ഗുഡ് മോർണിംഗ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സന്തോഷമുള്ള ദിവസമാക്കി തീർക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ അധ്വാനത്തിന് നല്ല പ്രതിഫലം കിട്ടട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രകൾ സന്തോഷവും ശുഭകരവുമാക്കി തീർക്കട്ടെ. എല്ലാ കഷ്ടങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ ആശ്വാസം അനുഭവിപ്പാൻ ഇടവരട്ടെ. കർത്താവ് നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ. വചനത്തിലേക്ക് നമുക്ക് തിരിയാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിനും തന്നെ. ശ്രദ്ധയോടുകൂടെ ഈ വചനത്തെ നമുക്ക് പഠിക്കണം. ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് തരുവാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു എന്നല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. പാപവഴികളെ വിട്ടുതിരിഞ്ഞ് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരുടെ പേർക്ക് എഴുതിയതാണ് ഈ ലേഖനം. ഈ ലേഖനത്തിൽ ആ കാര്യം പലയിടത്ത് എഴുതിയിട്ടുണ്ട്. അത് വായിക്കാൻ സമയം കുറവായതുകൊണ്ടാണ് ഞാനത് വായിപ്പിക്കാത്തത്. ഈ പുസ്തകം നിങ്ങളൊന്ന് തുറന്നു നോക്കിയാൽ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് 2:12 അതേപോലെയുള്ള വാക്യങ്ങൾ പല പ്രാവശ്യവും. അപ്പൊ പാപം മോചിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുള്ള വിശ്വാസികളോടാണ് തുടർന്ന് സംസാരിക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്തു എങ്കിലോ. അപ്പോൾ മനുഷ്യന് വീഴ്ചകൾ സംഭവിക്കാം. വാച്ചിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് വാട്ടർ പ്രൂഫ്. പക്ഷേ നല്ല മഴയത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് മോട്ടോർ സൈക്കിളിൽ പോയാൽ അതിൻ്റെ അകത്ത് വെള്ളം കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു വാച്ച് അങ്ങനെ കേടായിപ്പോയി. ഒത്തിരി വില കൂടിയ വാച്ചിലും സാധാരണ വാച്ചിലും ഒക്കെ ഇപ്പം അങ്ങനെ എഴുതുന്നുണ്ട്. പക്ഷെ ഈ പരസ്യത്തിൽ കാണാം വെള്ളത്തിൽ മുക്കി വെക്കുന്നത്. പക്ഷെ വാച്ച് വെള്ളത്തിൽ മുക്കാനല്ലല്ലോ നമ്മൾ മേടിക്കുന്നത്. വിഷയത്തിലേക്ക് വരിക. എൻ്റെയും നിങ്ങളുടെയും നെഞ്ചത്ത് സിൻ പ്രൂഫ് എന്ന് എഴുതിയിട്ടില്ല. 99-ാമത്തെ വയസ്സിലും നമുക്ക് തെറ്റുകൾ വരാം. വാക്കിൽ, നോക്കിൽ, പ്രവൃത്തിയിൽ തെറ്റുവരാം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പക്ഷെ നിങ്ങൾ പാപം ചെയ്യുകയില്ലെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ പാപം ചെയ്തേക്കാം, മനുഷ്യനല്ലേ. ജഡത്തിൽ വസിക്കുന്നതിനാലും പിശാച് ഇവിടെ ഉള്ളതിനാലും ലോകം പിശാചിന്റെ നിയന്ത്രണത്തിനാകയാലും പാപം ചെയ്യാൻ കഴിയാത്ത ആരുമില്ല. പാപം ചെയ്യാനുള്ള സാധ്യത എല്ലാവരിലുമുണ്ട്. എന്നാൽ പരിഹാരമുണ്ട്. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി മരിച്ച കർത്താവായ യേശുക്രിസ്തു
പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇന്ന് എത്ര കോടി വിശ്വാസികൾ, വിശുദ്ധന്മാർ ഭൂമിയിലുണ്ടോ, അവരുടെ എല്ലാം പ്രതിനിധിയായി, അവരുടെ എല്ലാം അഡ്വക്കേറ്റായി യേശു കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. നമ്മളെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് നിർബന്ധമുണ്ട്. അവനത് ചെയ്യും. നമ്മളെ പൂർണ്ണമായി രക്ഷിക്കാതെ അവൻ അടങ്ങത്തില്ല. നമ്മളിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അവന് വേദനയാണ്. അതാണ് മനസ്സിലാക്കേണ്ട വിഷയം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിയുമോ എന്ന് ഞാൻ അറിയുന്നില്ല. നിങ്ങൾ പാപം ചെയ്താൽ നീതിമാനായ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ അവൻ്റെ മുഖം വാടുകയാണ്, അവൻ്റെ മുറിവ് വേദനിക്കുകയാണ്. വീണ്ടും പാപം ചെയ്താൽ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നു എന്നാണ് തിരുവചനം. അപ്പൊ അവൻ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പാപം ചെയ്തോളുവീൻ എന്നല്ല, അതുകൊണ്ട് കൂടുതൽ കെയർഫുള്ളായിട്ട് ജീവിക്കുവീൻ എന്നാണ്. എൻ്റെ പാസ്റ്റർ എന്തോ ഈ കെയർഫുൾ എന്നൊക്കെ പറഞ്ഞ അത് നിങ്ങളുടെ ചോദ്യം ശരിയാണ്, എനിക്കും അറിയാം. നമ്മളെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും. എൻ്റെ ചില സ്നേഹിതരോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാകും. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നത്, പാപം എന്തോ? കള്ളുകൂടി, ബീഡി വലി, വ്യഭിചാരം, ഇത്രയുള്ള ആകുള്ളൂ. പിന്നെ എന്നാ? സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യന്. പരസ്പര ബന്ധത്തിലുള്ള പാപമാണ് ഏറ്റവും ഗൗരവമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളത് ഗൗരവം അല്ലെന്നാണോ പാസ്റ്റർ പറയുന്നത്? എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നതിനെ ശ്രദ്ധിക്കൂ. അപ്പോ നമുക്ക് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ടല്ലേ? ദൈവം നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റും, നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തും സഭയിലും ഒക്കെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്ന് വെക്കും. ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ. ഹന്നയ്ക്ക് ഒരു പെനീന എന്ന പോലെ, ആബേലിനൊരു കായിൻ എന്ന പോലെ, അബ്രഹാമിനൊരു ലോത്ത് എന്ന പോലെ ചിലരെ നമുക്ക് ചുറ്റും കൊണ്ടുവന്നിങ്ങനെ ദൈവം തമ്പുരാൻ ഇട്ടിരിക്കുക. അവരെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും, അവരെ നമ്മൾ എങ്ങനെ സ്നേഹിക്കും, അവരെ നമ്മൾ എങ്ങനെ ജയിക്കും എന്നറിയാൻ പറ്റും. ഇന്നത്തെ ഈ വചന ധ്യാനത്തിൽ ഞങ്ങളോട് സ്നേഹത്തോടെ പറയുക, നമുക്ക് തെറ്റുപറ്റും. പക്ഷെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ വക്കീലായിട്ട്, പുരോഹിതനായിട്ട്, മീഡിയേറ്ററായിട്ട് നിൽക്കുക. അതുകൊണ്ട് പാപം ചെയ്യുകയല്ല, കർത്താവിൻ്റെ മോഹത്തെ ആദരിക്കുക. ഞാൻ മൂലം അവന് അപമാനമോ വേദനയോ വരുത്തുകയില്ല എന്ന് പറയാം. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.